എന്നത് വെറുമൊരു ഭൂമിശാസ്ത്രപരമായ പേരല്ല, മറിച്ച് 2000 വർഷത്തിലേറെ നീണ്ടുനിന്ന ചരിത്രപരവും സാംസ്കാരികവും ഭാഷാപരവുമായ ഒരു യാത്രയുടെ അന്തിമ അക്ഷര രൂപമാണത്. ഐതിഹ്യവും നാടോടി വിശ്വാസങ്ങളും ഭൂമിശാസ്ത്ര ചരിത്രവും ഒക്കെ ആ വാക്കുകളിൽ അന്തർലീനവുമാണ്. ഹിന്ദിയിൽ കേരളെന്നും ഇംഗ്ലീഷിൽ കേരള എന്നും വിശേഷിപ്പിക്കപ്പെടുമ്പോഴും അത് നമ്മുടെ നാടിനെ കുറിച്ചാണെന്ന ബോധം നമുക്കെന്നുമുണ്ട്. 1956 സംസ്ഥാന പുനഃസംഘടനാ വേളയിൽ ചേർത്ത പേര് കേരളം എന്നായിരുന്നില്ല, കേരള എന്നായിരുന്നു. ഭരണഘടനയിലും സുപ്രധാന രേഖകളിലും ഒക്കെ കേരള തന്നെയായി തുടർന്നു. ഒടുവിൽ 70 വർഷങ്ങൾക്കു ശേഷം കേരള മാറി കേരളമാക്കാനുള്ള തീരുമാനം എത്തുമ്പോൾ ചരിത്രപരമായ തീരുമാനമെന്നും സ്വത്വത്തിന്റെ വീണ്ടെടുക്കൽ എന്നുമുള്ള വ്യാഖ്യാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. നിയമപരമായി നോക്കിയാൽ നിസ്സാരമാണെങ്കിലും കേരളത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് ഭാരിച്ച ചെലവ് വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു മാറുന്ന കേരളം സാംസ്കാരിക വീണ്ടെടുപ്പ്. 2024 ജൂൺ മാസം 24-നാണ് 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം പേരുമാറ്റം സംബന്ധിച്ച് ഐകകണ്ഠേന പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന് നൽകിയത്. ഭരണഘടനയുടെ 1ാം പട്ടികയിൽ കേരള എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം കേരളം എന്നാക്കി ഭേദഗതി വരുത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പരിഗണിച്ചത്. തുടർന്ന് മന്ത്രി അമിത്ഷായുടെ അംഗീകാരത്തോടെ മന്ത്രിസഭയുടെ കരട് കുറിപ്പ് നിയമകാര്യ വകുപ്പിനും നിയമനിർമ്മാണ വകുപ്പിനും നീതി മന്ത്രാലയത്തിനും അവരുടെ അഭിപ്രായങ്ങൾക്കായി വിതരണം ചെയ്തു. നിർദ്ദേശത്തോട് നിയമകാര്യ വകുപ്പും നിയമനിർമ്മാണ വകുപ്പും യോജിപ്പറിയിച്ചതോടെയാണ് കേന്ദ്ര മന്ത്രിസഭ ഇത് അംഗീകരിച്ചത്. പേരുമാറ്റ നിയമം പ്രാബല്യത്തിലായി 1 വർഷത്തിനകം നിലവിലെ നിയമങ്ങളിലും പേരുമാറ്റം പ്രതിഫലിക്കണം. പ്രാബല്യ തീയതിക്ക് മുൻപ് സംസ്ഥാന സർക്കാർ കക്ഷിയായുള്ള കേസുകളുടെ തലക്കെട്ടിലും മാറ്റം വന്നതായി കണക്കാക്കും. പുനർനാമകരണ പ്രക്രിയ സമയമെടുക്കുന്നതും ചിലവേറിയതുമാണ്. എല്ലാ ഔദ്യോഗിക എൻട്രികളിലും കേരള എന്ന പേര് കേരളം എന്ന് മാറ്റേണ്ടി വരും. സർക്കാർ സ്ഥാപനങ്ങൾ, വകുപ്പുകൾ, വാഹനങ്ങൾ എന്നിവയുടെയൊക്കെ നെയിം ബോർഡുകൾ, ലെറ്റർ ഹെഡുകൾ, ഔദ്യോഗിക സീലുകൾ, സ്റ്റാമ്പ് പേപ്പറുകൾ എന്നിവ മാറ്റുന്നതിനുള്ള വളരെ ബൃഹത്തായ ഒരു പ്രക്രിയ ഇതിന്റെ ഭാഗമായി തുടങ്ങേണ്ടതുണ്ട്. കേരളം എന്ന പേര് ഉപയോഗിക്കുന്ന എല്ലാത്തരം സർക്കാർ ആശയവിനിമയങ്ങളും ഇലക്ട്രോണിക് സംവിധാനങ്ങളും പരിഷ്കരിക്കേണ്ടതായി വരും. എല്ലാ സർക്കാർ വെബ്സൈറ്റുകളിലും ഈ മാറ്റം വരുത്തേണ്ടതുമുണ്ട്. വിദേശ രാജ്യങ്ങളുമായോ രാജ്യാന്തര ഏജൻസികളുമായോ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടിട്ടുള്ള കരാറുകളിലും പേരുമാറ്റം ആവശ്യമായി വരും. ഓരോ വകുപ്പും സ്ഥാപനവും നിശ്ചിത കാലയളവിൽ പേര് പരിഷ്കരിക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ തീരുമാനത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ പിന്നീടാണ് പ്രതിഫലിക്കുക. ഈ തീരുമാനപ്രകാരം കേരള ഹൈക്കോടതി, ന്യൂഡൽഹിയിലെ കേരള ഹൗസ് തുടങ്ങിയ ഐക്കണിക് സ്ഥാപനങ്ങളുടെ പേരുകളും പരിഷ്കരിക്കേണ്ടി വരുമോ എന്ന ചർച്ചയും തുടങ്ങിക്കഴിഞ്ഞു. നിയമനിർമ്മാണത്തിലൂടെ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എങ്കിൽ കേരള ഹൈക്കോടതി, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങിയ പല സ്ഥാപനങ്ങളും കേരള എന്ന പേരിൽ തന്നെ തുടരേണ്ടിയും വരും. കേരളത്തിന്റെ പേര് കേന്ദ്ര മന്ത്രിസഭ മാറ്റാൻ അംഗീകാരം നൽകി മണിക്കൂറുകൾക്കു ശേഷം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സംസ്ഥാനത്തിന്റെ പേര് ബംഗ്ല എന്നാക്കി മാറ്റണമെന്ന ആവശ്യം ആവർത്തിച്ചിരുന്നു. CPIM BJP ധാരണയുടെ പുറത്താണ് ഇത്തരത്തിൽ പേരുമാറ്റത്തിന് അംഗീകാരം ലഭിച്ചത് എന്ന വിമർശനം കൂടി അവർ ഉന്നയിച്ചു. കിഴക്കൻ ബംഗാൾ ബംഗ്ലാദേശായി മാറിയതിനാൽ ഇന്ത്യയിലെ ബംഗാളിന്റെ ശേഷിക്കുന്ന ഭാഗത്തെ പശ്ചിമ ബംഗാൾ എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. 2011 മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തത് മുതൽ സംസ്ഥാനത്തിന്റെ പേര് ബംഗ്ല എന്നാക്കി മാറ്റണമെന്ന് മമതാ ബാനർജി ആവശ്യപ്പെടുന്നതാണ്. പശ്ചിമ ബംഗാൾ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതുവരെയും ഈ ആവശ്യത്തിൽ അനുകൂലമായൊരു നിലപാടെടുത്തിട്ടില്ല. വെസ്റ്റ് ബംഗാൾ എന്ന പേര് വരുമ്പോൾ എവിടെയും ആൽഫബറ്റ് ക്രമപ്രകാരം സംസ്ഥാനത്ത് നിന്നുള്ളവർ അവസാന നിരയിലേക്ക് പിന്തള്ളപ്പെടുന്നു എന്നാണ് മമത നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പ് നീക്കമാണെന്ന് ആരോപിച്ച് പേരുമാറ്റ ചർച്ചകൾക്ക് തുടക്കമിട്ടത് ശശി തരൂർ MP ആണ്. കേരളൈറ്റ്, കേരളൻ എന്നീ വാക്കുകൾക്ക് ഇനി എന്തു സംഭവിക്കുമെന്നതായിരുന്നു തരൂരിന്റെ ചോദ്യം. കേരളമൈറ്റ് എന്നുപയോഗിച്ചാൽ സൂക്ഷ്മാണുവിന്റെ പേര് പോലെയാകുമെന്നും കേരളമിയൻ എന്ന് വിളിച്ചാൽ അപൂർവ ധാതുവിനെ പോലെ തോന്നുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ്. പിന്നാലെ സൂക്ഷ്മജീവി, ധാതു ഉത്കണ്ഠയിൽ നിന്നും മാറി നിൽക്കാൻ ശശി തരൂർ MP ഉപദേശിച്ച ജോൺ ബ്രിട്ടാസ് MPയുടെ പോസ്റ്റും എത്തി. കേരളം എന്ന് കേൾക്കുമ്പോൾ പുതിയ പൈശാചിക നാമങ്ങൾ കണ്ടുപിടിക്കാൻ തോന്നുന്നുവെങ്കിൽ കേരളീയൻ എന്ന സംബോധന മുറുകെ പിടിക്കാൻ മടിക്കേണ്ടെന്നും ജോൺ ബ്രിട്ടാസ് പറയുകയുണ്ടായി. അതേസമയം പേരുമാറ്റത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ
ചന്ദ്രശേഖറും രംഗത്തെത്തിക്കഴിഞ്ഞു. 2026 ജനുവരി മാസം 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് കത്തെഴുതിയതിനെ തുടർന്നാണ് തീരുമാനം വന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ അവകാശവാദം. കേരളവുമായി രണ്ടായി പിരിഞ്ഞപ്പോഴുണ്ടായ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക സ്വത്ത് പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുകയാണ്. ഇനി കേരളം എന്ന ഒറ്റ അഭിസംബോധനയെ നമുക്കൊക്കെയും ഉള്ളൂ. എങ്കിലും മലയാളിയായും മല്ലുവായും കേരളീയനായും ഒക്കെയായി നമ്മുടെ അസ്തിത്വം പഴയതുപോലെ തന്നെ തുടരും. മാതൃഭാഷയെ മറന്ന പുതുതലമുറ മകാരം ഉറപ്പിച്ച് കേരളം എന്ന് പറയുന്നത് കേൾക്കാൻ നമുക്കാകുമോ? ഇംഗ്ലീഷിലെ കേരളയും ഹിന്ദിയിലെ കേരളം കേരളമാകുന്നതോടെ എന്ത് അഭിമാനബോധമാണ് മലയാളിയിലേക്ക് തിരിച്ചെത്തുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കേവലം സ്വത്വപരമായ ദുരഭിമാനത്തിന്റെ വിജയം എന്നതിലുപരി ഈ പേരുമാറ്റം പ്രബുദ്ധ കേരളത്തിന് എന്തെങ്കിലും സമ്മാനിക്കുമോ? സാംസ്കാരിക ആത്മാഭിമാനത്തിന്റെയും സ്വത്വത്തിന്റെയും വീണ്ടെടുപ്പാക്കി അവതരിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ സ്വരിക്കൂട്ടലുകൾക്കല്ലാതെ സാംസ്കാരിക കേരളത്തിനായി എന്തെങ്കിലും നീക്കിയിരിപ്പ് ഈ വിജയാഘോഷം വഴിവെക്കുമോ എന്നതാണ് ചോദ്യം. സ്പോട്ട്ലൈറ്റ് മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.